ഹലോ ഗായ്സ്, ഒരു തേങ്ങാ ചട്നിയുടെ റെസിപ്പി ആയിട്ടാണല്ലോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം അതിനായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 3 ചെറിയ ഉള്ളി നന്നാക്കി നമ്മൾ അതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ, കാരണം നമ്മളെ മക്കളൊക്കെ കൂടുന്നുണ്ട്, എരിവ് പറ്റില്ല. അപ്പം നമ്മളതുകൊണ്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കടായി വെച്ചിട്ടുണ്ട്, ആ കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു. എന്നിട്ട് നമ്മളതിലേക്ക് ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള 2 ചെറിയ ഉള്ളി ഉണ്ട്, അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ അരപ്പം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ചുകൂടി നീണ്ട ചട്നിയാണ് വേണ്ടതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ. അപ്പോൾ ഈ ചട്നി നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചട്നിയാണ്.